ഇതിപ്പം ഒരു വലിയൊരു ക്യാബേജിൻ്റെ കാൽ ഭാഗം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. 2 സവോള കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസ് 1 ഇഞ്ചി 6 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് മസാലക്കൂട്ടാണ്. അപ്പം 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് 2 ടീസ്പൂണ് ഗരം മസാലയുടെ പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ 2 ടീസ്പൂൺ കൂടെ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർക്കുക. അതിനുശേഷം നന്നായിട്ടത് കുഴച്ച് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുന്ന പൊടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഉള്ളിക്കകത്തു നിന്നൊക്കെ നമ്മളിപ്പോൾ ഉപ്പിട്ട് കൂടെ ഇളക്കുന്നത് കൊണ്ട് ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പം നമുക്കത് ഇളക്കി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നന്നായിട്ട് ഇളക്കി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് അതിനകത്തെ ഈർപ്പവും വെള്ളമയമൊക്കെ ഇറങ്ങും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കണം. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. കടലമാവാണ് സാധാരണ എല്ലാവരും ചേർക്കാറുള്ളത്. ഞാനിപ്പം അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് മൈദാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വെള്ളം കയ്യിൽ തളിച്ച് നമുക്ക് കുഴച്ചെടുക്കാൻ പാടുള്ളൂ. നമ്മളിത് ഒരുപാട് വെള്ളമാക്കി കുഴച്ചെടുക്കാൻ പാടില്ല. ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് വെള്ളമാകാൻ പാടില്ല. നമുക്ക് ചെറിയ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. അപ്പം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളമായി പോവല്ലേ, നമുക്ക് വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ അത് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. നമുക്ക് കുറേശ്ശെ വെള്ളം തളിച്ച് നമുക്ക് ഇത് ഒന്ന് കുഴച്ച് എടുക്കണം. അപ്പം ഈ പരുവത്തിലാണ് ഇപ്പം നമുക്ക് അത് കുഴച്ചെടുക്കേണ്ടത്. അപ്പം നന്നായിട്ട് തന്നെ കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമായി പോകത്തില്ല. നമ്മളിപ്പോൾ ഈ രൂപത്തിൽ വേണം നമുക്കിപ്പോൾ കിട്ടേണ്ടത്. അപ്പം നമുക്ക് ഈ പാന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇത് വെളിച്ചെണ്ണയിലോട്ട് ഇടാം. അതിനുശേഷം ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് ചേർക്കുകയും ചെയ്യണം. അപ്പം നമുക്ക് ഇനി പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഒക്കെയുള്ളവർ അത് ചെയ്യുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിടാൻ പാടുള്ളൂ. നമുക്കപ്പം വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. വടയുടെ മാതിരിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് എടുത്തിട്ടാൽ മതി. കുറേശ്ശെ എടുത്ത് ഇടുക. ഹൈ ഫ്ലെയിമിൽ തീയിടാൻ പാടില്ല. ഒരു മീഡിയം ആദ്യ സമയത്ത് മീഡിയത്തിൽ ഇട്ടിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ചിടുക. കുറച്ചുകൂടെ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ വേഗം അങ്ങ് ഇപ്പം നമുക്ക് കട്ടിയില്ലാത്ത ഉള്ളിയും ക്യാബേജും ഒക്കെ അല്ലേ നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്, വേഗം അങ്ങ് കളറ് മങ്ങും. അതുകൊണ്ട് മീഡിയത്തിൽ ഇടുക. മീഡിയത്തിനെക്കാട്ടി കുറച്ചുകൂടെ കുറച്ചിടുക. ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് കറക്റ്റ് മൂപ്പാകും. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുത്താൽ മതിയാവും. തിരിച്ചും മറിച്ചും ഇടേണ്ടതാണ് ഒന്ന് മൂത്തതിന് ശേഷം. ഇപ്പം ഏകദേശം ഒരു ബ്രൗൺ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഉപ്പേരിയൊക്കെ തിരിച്ചിടുമ്പോൾ ഒരു കിലുകില് സൗണ്ട് കേൾക്കുമല്ലോ, ആ രൂപത്തിലൊക്കെ ഒരു സൗണ്ട് കേൾക്കും. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കോരിയെടുത്താൽ മതിയാവും. അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാവരും സാധാരണ കടലമാവിലാണ് ഉപയോഗിക്കുന്നത്. കടലമാവും കുറച്ച് നമ്മളിപ്പം മൈദാപ്പൊടി ചേർത്ത മാതിരി അരിപ്പൊടി ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും. ഞാനിപ്പോൾ മുഴുവനും അരിപ്പൊടിയും 2 തവി മൈദപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്.
ഇതാകുമ്പം ഒന്നുകൂടി മറ്റേതിനെക്കാട്ടി ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പം നമുക്ക് നമ്മുടെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്നതാണ്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ. അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ വേണ്ടത് ഒരു ക്യാബേജാണ്. അപ്പോൾ ക്യാബേജിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ വലിയൊരു ക്യാബേജിൻ്റെ കാൽഭാഗമാണ് നമ്മൾ എടുത്തത്. എന്നിട്ട് പോലും ഇത്രയും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.